അപ്പം ഞാൻ ഇന്ന് കോട്ടയത്തൊരു സ്ഥലത്ത് വന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് ചിരട്ടയൊക്കെ വർക്കുകൾ ചെയ്യുമായിരുന്നു. അത് ഓരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും, അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ വീട്ടിലെപ്പോഴും വഴക്കായിരുന്നു. ഇത് പഠിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് എന്നും എൻ്റെ മനസ്സിൽ അതൊരു ദുഃഖമായിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ, പാക്കിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാമെന്നും പറഞ്ഞ് വന്നതാണ്. പക്ഷേ യാദൃശ്യമായിട്ട് ഈ ചേട്ടൻ പുറത്തോട്ട് വന്നിട്ട്, കടയിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ട് അദ്ദേഹം അത് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ട് അങ്ങനെ ഒരു കൗതുകത്തിന് കയറി വന്നു കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നമ്മുടെ ചാനലിൽ ഇടാമെന്നങ്ങ് തോന്നി. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണി. ഇതെല്ലാം കൈ കൊണ്ട് ഉണ്ടാക്കുന്ന, വലിയ മെഷീൻസ് ഒന്നും ഇല്ല. കൈ കൊണ്ടിരുന്ന് വരച്ച് ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങളാണ്. നമ്മൾ ലേസറിലൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുണ്ടോ, ഇത് പെൻ ഹോൾഡറാണിത്. കണ്ടോ, അടിപൊളി സാധനം. നല്ല പെർഫെക്റ്റിലായിട്ടാണ് പുള്ളി ഉണ്ടാക്കിയേക്കുന്നത്. ഇതിവിടെ മൊബൈൽ ഫോൺ ഹോൾഡർ, ഇത് ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആളുകൾ വന്ന് വാങ്ങിക്കുന്നുണ്ട്, കൗതുകത്തിന് ആളുകൾ വന്ന് വീട്ടിലേക്കൊക്കെ വാങ്ങിക്കുന്നുണ്ട്. കേട്ടോ, നമ്മുടെ ചിരട്ടയാണ്. ഇത് പറയുമോ, നമുക്ക് ഒരു പോളിഷും അടിക്കേണ്ട, ഒരു പെയിൻറ്റും അടിക്കേണ്ട, അടിപൊളിയായിട്ട് ഉള്ളൊരു പരിപാടിയാണ്. കേട്ടോ, ഇനി വേറൊരു സാധനം ഇവിടെയുണ്ട്. ഇതിൻ്റെ അടപ്പ് പഴയതാണ്, കാരണം ഇതിവിടെ വെറുതെ കിടക്കുന്ന ഒരു അടപ്പയിലിട്ട് ഉണ്ടാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. കുക്കറിൻ്റെ അടപ്പാണ്, അത് കാര്യമാക്കണ്ട. പക്ഷേ ഈ സാധനം ഇത് ഉണ്ടോ, ഇത് എന്തുവാണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാകത്തില്ലായിരിക്കും, പക്ഷെ അതേ ഇരിക്കുമ്പോൾ മനസ്സിലാവും. ഇത് നമ്മുടെ പുട്ടുണ്ടാക്കുന്ന സാധനമാണ്. കേട്ടോ, ഒരു ഒന്നൊന്നര സാധനമാണ്. ഇതൊക്കെ സ്ക്രൂ ഒക്കെ ചെയ്താണ് പിടിപ്പിച്ചേക്കുന്നത്. എങ്കിലും നല്ല രീതിയിൽ നമുക്ക് പുട്ടുണ്ടാക്കാം. കേട്ടോ, സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ പെർഫെക്റ്റായിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം അതിനകത്ത്. കേട്ടോ, എന്തോ ഒരു രസമായിട്ട് ചേട്ടൻ ചെയ്തിരിക്കുന്നത്, നല്ല അടിപൊളിയായിട്ട്. പോളിഷ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ കാണാൻ നല്ല ഇതാണ്. കേട്ടോ, ഇതിനകത്ത് വേറൊരു ഇതുണ്ട്. കേട്ടോ, ഇതിനൊരു അടപ്പ് ഇങ്ങനെ തള്ളി പോകാതിരിക്കാൻ ഇതിനൊരു വെട്ടമുണ്ട് ഇവിടെ. കണ്ടോ, അതുവരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഉണ്ടോ, നല്ല ഇതായിട്ട് അതിനകത്ത് കൃത്യമായിട്ട് ഇതിങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. കണ്ടോ, അടിപൊളി സാധനം. ഇതൊരു എന്താ പറയുന്നത്, പെരുന്തച്ഛനെന്നൊക്കെ പറയുന്ന പോലെ ചെയ്തെടുക്കുന്ന പോലെ ഒരു സാധനമാണ്. കൊള്ളാം. ഇത് ഇരിക്കട്ടെ. അടുത്തത് ഇത് പോളിഷ് ചെയ്ത ഒരു സാധനം, അതേ ഐറ്റം തന്നെ, അതേപോലെ എന്തോ കൊടുക്കുകയോ എന്തെങ്കിലും നമുക്ക് ഇട്ട് വെക്കാൻ പറ്റുന്നൊരു സാധനമാണ്. കണ്ടോ, അടിപൊളി. ആഹാ, എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് വെക്കാം. ഇത് കൊള്ളാം. കേട്ടോ, നന്നായിട്ടുണ്ട്. നല്ല അടപ്പ്. കണ്ടോ, അടപ്പ് ഉണ്ടാക്കിയത് 2 പീസാണ്, പക്ഷെ പറയത്തില്ല. നല്ല വെർട്ടിക്കലായിട്ടുള്ള ഒരു സൈഡൊക്കെ കൊണ്ടുവന്നതിന് വെച്ചിട്ടുണ്ട്. അതിന് ഇതുപോലെ തന്നെ ഒരു വെക്കാനുള്ള ഇതുണ്ട്. ഇത് നന്നായിട്ടുണ്ട്. കണ്ടോ, ചിരട്ട കൊണ്ടുണ്ടാക്കിയാണ് ഇത് നമ്മുടെ. ഇത് നമ്മൾ കണ്ടു, ഇത് കണ്ടോ, ഇത് കാണിക്കാം. കണ്ടോ, നാടൻ ചിരട്ട കൊണ്ടുണ്ടാക്കിയ ഒരു സംവിധാനമാണ്. മൊത്തം ചിരട്ടയോ, ഒന്നുമില്ല, വേറെ ഒരാണിപ്പോലും ഇല്ല ഇത്. ഓക്കെ, ഇത് പെൻ ഹോൾഡറാണ്, നേരത്തെ കണ്ടതാണിത്. ഇനി കണ്ടോ, ഇങ്ങനെയാണ് പേനായിട്ട് വെച്ചിരിക്കുന്നത്. കണ്ടോ, വളരെ മനോഹരമായിട്ടുണ്ട്. ഇത് ഇങ്ങനത്തെ ഒരു പെൻ ഹോൾഡർ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. കണ്ടോ, ഇനി അതല്ല, അതിനേക്കാൾ വലിയൊരു സാധനമാണ് അതിൻ്റെ പുറകിരിക്കുന്നത്. ഇത് കണ്ടോ, നല്ലൊരു പനയോ ചെടിയോ ഒക്കെ പോലെ. കണ്ടോ, നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, അതുപോലെ ഒരു മനോഹരമായ നല്ല ഒരു സാധനം. കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ്, അധികം മിഷണറീസ് ഒന്നും ഇല്ലാതെ. കണ്ടോ, കട്ട് ചെയ്ത്. കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കിയേ. ചിരട്ട കൊണ്ട് ഇത്രയും മനോഹരമായ ഒരു സാധനം നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടോ, ശരിക്കും ആ പുറയിൽ ഇതൊക്കെ വരുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ലെന്ന്. ചേട്ടൻ്റെ ഒരു വർക്ക്ഷോപ്പാണ്. ഇവിടെ പല മെഷീനറീസൊക്കെ നന്നാക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ്. ആ വർക്ക്ഷോപ്പിൽ വെച്ചിട്ടാണ് ചേട്ടൻ ഇത് ചെയ്യുന്നത്. കണ്ടോ, കണ്ടോ, നോക്കിയേ, നല്ല നല്ല രസമാണ് കാണാൻ. കണ്ടോ, ആ ഒരു നമ്മുടെ ഓർക്കിഡിൻ്റെയൊക്കെ മേളിൽ വരുന്ന പോലെ ഒരു കണ്ടോ, ഒരു ഇല, ആ ഒരു പൂ പോലെയാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ, ഇനി ഇത് മാറ്റി വെക്കാം, അടുത്തത് നമുക്ക് എടുക്കാം. ഇത് നല്ല ബലമുണ്ട് കേട്ടോ ഇതിനൊക്കെ. ചേട്ടൻ്റെ വർക്ക്ഷോപ്പ് ആണ് നമ്മുടെ. കണ്ടോ, ഇത് വേറൊരു ടൈപ്പിൽ ഒരു ചെടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. കണ്ടോ, നല്ല സൂപ്പറായിട്ടുള്ളൊരു ചെടിയാണ്. കണ്ടോ,
നല്ല ബലമുണ്ട് കേട്ടോ, പെട്ടെന്നൊന്നും പോകുന്നൊന്നുമില്ല കണ്ടോ, ഇല പോലെ കിടന്ന് ആടുന്നുമുണ്ട്. നന്നായിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട്. അതിൽ ആ ഡിസൈനൊക്കെ കണ്ടോ, കൊത്തി ഇങ്ങനെ എടുത്തിരിക്കുക, കൈകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ, ഉണ്ടോ. ഇനി അടുത്തത് നമുക്ക് എടുക്കാം. കണ്ടതേ വരുന്നുണ്ട്, ഈ ഇരിക്കുന്നതൊന്നും അല്ല, അപ്പുറത്ത് വേറെ സാധനങ്ങളൊക്കെ ഉണ്ട്. കണ്ട അടിപൊളി ജഗ്. ആഹാ ആഹാ ആ ജഗ്. ഇതൊന്നും ആരും ഉണ്ടാക്കിയിട്ടില്ല ഇങ്ങനെ. നോക്കിയേ, അത്യാവശ്യം വെയിറ്റ് എടുക്കാനും പറ്റും, നല്ല ബലമുണ്ട്, കുഴപ്പമൊന്നുമില്ല. കണ്ടോ, വെള്ളം ഒഴിക്കുന്ന ജഗ്ഗാണ് കണ്ടോ. ഉപയോഗിക്കാം വീടുകളിൽ. നമുക്ക് ചായയോ പാല് ഐറ്റംസ് എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. കാരണം അത് ഇതിനായിട്ട് ഒരു മണമൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. പക്ഷേ ചായ, കട്ടൻ ചായ, കട്ടൻ കാപ്പി, അതുപോലെ വെള്ളം, ജീരകവെള്ളമൊക്കെ നമുക്ക് എടുക്കാൻ വളരെ നല്ലതാണ്. അത് എടുക്കുന്നത് നല്ലതുമാണ്. ചിരട്ടയ്ക്കകത്ത് ഈ ചിരട്ട കൊണ്ട് ആയുർവേദത്തിൽ ചിരട്ടയുടെ ഓയിൽ ഒരു പ്രത്യേക രീതി, ചിരട്ട കത്തിക്കാതെ ചൂടാക്കി കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് ഓയിൽ എക്സ്ട്രാക്റ്റ് ആവും. അത് വെച്ചിട്ട് ത്വക്ക് രോഗങ്ങൾക്ക് ഇങ്ങനെ എണ്ണ ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പോൾ ചിരട്ടയ്ക്കകത്ത് നമ്മൾ വെള്ളം കുടിച്ചെന്നും പറഞ്ഞൊക്കെ കുഴപ്പമൊന്നുമില്ല, ചൂടുവെള്ളമൊക്കെ എടുക്കാൻ കുഴപ്പമില്ല. പാൽ ഐറ്റംസ് എടുക്കാനായിട്ട് ഞാൻ പറയത്തില്ല. എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ, സൂപ്പർ. ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക്. എന്തോ എത്ര കൗതുകത്തോടെ, എന്ത് വിനയമായിട്ടാണ്. ഒരു ജാടയില്ല ഈ ചേട്ടൻ. നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ചോദിച്ചു, ചേട്ടാ അങ്ങനെയാണ്, ഇതെല്ലാം സാധാരണ പരിപാടികളാണ്. ഒരു എളിമയുള്ളൊരു ചേട്ടനെ പരിചയപ്പെടുത്താം. ഇത് കണ്ടോ, എനിക്ക് എന്ത് രസമാണ് എനിക്ക്. ഇതെല്ലാം ചിരട്ടയാണ്, വേറെ ഒരു സാധനമില്ല, മൊത്തം ചിരട്ടയാണ് കണ്ടോ. ചിരട്ട വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. അത് മേളിലും കണ്ടോ ഒരു ചെറിയ കണ്ടോ, എന്താ അടിപൊളി സാധനം. ആഹാ കണ്ട. ഞാൻ ചുമ്മാ ഒന്ന് ഇറങ്ങിയതാണ്. 1-2 കടകളിൽ കയറിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ നടന്നിങ്ങനെ വന്നപ്പോഴാണ് ഇത് കണ്ണിപ്പെട്ടത്. അത് ചേട്ടൻ വെളിയിലിറങ്ങി ഇങ്ങനെ എന്തോ ഇരുന്ന് അരയ്ക്കുന്ന കണ്ടു. അങ്ങനെ നോക്കിയപ്പം ഇവിടുത്തെ ഷെൽഫിൽ ഈ സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കൗതുകത്തിന് ഞാൻ വന്നപ്പോഴാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയൊരു കുട്ടിക്കാലം വീണ്ടും ഓർമ്മ വന്നു. ഒരുപാട് ഞാൻ ചിരട്ടയിൽ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കൊത്തിപ്പറിച്ചൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷേ എന്നും എന്നെ അടിക്കുമായിരുന്നു, പഠിക്കടാ എന്നത്. ഞാൻ പഠിച്ചോ, അതും ഇല്ല. നോക്കിയേ, കണ്ടോ എനിക്ക് അതിൻ്റെ ആ ഒരു വിനയത്തോടെ നമ്മൾ ശരിക്കും സ്റ്റീലിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ എനിക്ക് വെള്ളം ഒഴിക്കാനുള്ള ഇതിൽ മൂടിയുണ്ട് കേട്ടോ, മൂടി ഉണ്ട്, എല്ലാ സാധനങ്ങൾക്കും മൂടിയുണ്ട്. ഉണ്ടോ, അല്ല ഒരു അത്യാവശ്യം ഒരു 2-3 കപ്പ് ചായ കൊള്ളൂ അല്ലേ, കൊള്ളും. അതെ, എനിക്ക് അത് ചിരട്ടയെ തന്നെ മാർക്ക് ചെയ്ത് ഇതാക്കി എടുത്തിരിക്കുകയാണ് കണ്ടോ. അല്ല എന്ത് രസമായിട്ടാണ് ചെയ്തത്. ഒരു കുറ്റം പറയാനില്ല ഇതിന്. നല്ല ബലമുണ്ട്. നമ്മൾ സാധാരണ സ്റ്റീലിലെ പിടിക്കുന്നതിനേക്കാൾ എന്ന് പറഞ്ഞ പോലെ ബലമുണ്ട് നമുക്ക്. നല്ല രീതിയിലോട്ട് ചോദിച്ചിരിക്കുന്നു, കൊള്ളാം. ഇനി ഇതാണ് ഇതിലെ ഒരു രാജാവെന്ന് പറയാനായിട്ട് ഇച്ചിരി പൊക്കമുള്ള സാധനം. ഇത് ചിരട്ട കൊണ്ടുള്ളൊരു ഫ്ലവർ വാസാണ്. നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കാനായിട്ട് വെള്ളം ഒഴിച്ച് വെക്കാം, കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഇത് നമ്മുടെ കണ്ടോ, ഇതിനകത്ത് വേണമെങ്കിൽ ഒരു ചെറിയ ഒരു വണ്ണം കുറഞ്ഞ നമ്മുടെ കുപ്പിയൊക്കെ വരുമല്ലോ, നമ്മുടെ ജ്യൂസൊക്കെ വരുന്ന ചെറിയ കുപ്പി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇറക്കി വെച്ചിട്ട് അതിനകത്ത് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവറൊക്കെ ഇട്ട് വെക്കാം. കണ്ടോ, എനിക്ക് ഫ്ലവർ വാസായിട്ട് ഉണ്ടാക്കിയാണ്. പുള്ളിക്കാരൻ്റെ ഒരു സിഗ്നേച്ചറാണ് എം സ്റ്റാർ. പണ്ട് തൊട്ട് എത്ര നാളായിട്ടുണ്ട് ചേട്ടാ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? 5-6 വർഷമായി ഉണ്ടോ. ഞാനൊക്കെ ഇതിൽ നിന്നൊക്കെ നിന്നിരുന്നെങ്കിൽ എനിക്കൊരു ആത്മസംതൃപ്തി ഉണ്ടായിരുന്നു. എന്നെ അതിന് വീട്ടുകാരെ അനുവദിച്ചില്ല. എൻ്റെ ഒരു കളക്ടറാക്കണമെന്നായിരുന്നു അവരുടെ ഇഷ്ടം. കേട്ടോ, നോക്കി എന്ത് രസമാണ് എനിക്ക്. ഇതും അതുപോലെ തന്നെ കൈകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഉണ്ടാക്കുന്ന വീഡിയോയും വേണേൽ ഒരു ദിവസം ഞാൻ വന്ന് എടുക്കും. എനിക്ക് എന്തൊരു രസമാണ്. ഓക്കെ, അടുത്തത് നോക്കാം. ഇങ്ങോട്ട് മാറ്റി ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ ഇനി വേണ്ട. ഇത് അടുത്ത ഒരു കപ്പാണ് കണ്ടോ, മറ്റൊരു കപ്പാണിത് കണ്ടോ. ഇതിനൊക്കെ എന്ത് വില വരും ചേട്ടാ ഒരാൾക്ക് വേണമെങ്കിൽ? 200 കൈകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഉണ്ടാക്കുന്ന നമ്മുടെ വിലക്കൂലി നോക്കുമ്പോൾ അത്രയും വരുന്നുണ്ട്. ഓക്കെ കണ്ടോ, ഓക്കെ ഗുഡ്. ചകിരി കളയാതെ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഒരു പ്രത്യേക വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ചകിരി ഉള്ളതുണ്ട്, ചകിരി കളഞ്ഞതുണ്ട്. അതാണ് പോളിഷ് ചെയ്തത്, നല്ല ഫിനിഷിങ്ങിൽ എടുത്തിരിക്കുന്നതാണ്. കണ്ടോ,
ഉണ്ട്, അടിപൊളി സാധനം. നമുക്ക് എന്ത് എന്ത് ഇത് എങ്ങനെ ഉണ്ടാക്കി നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല ആ രീതിയിൽ. ഇത്ര മനോഹരമായിട്ടാണ് കണ്ടോ. ഇനി ഒരെണ്ണമുള്ളത് ഇതാണ്. എല്ലാം കാണിച്ചു രസമുള്ള, അത് നല്ല രസമാണ്, കാണിക്കും എങ്ങനെ എടുത്തു. ഓക്കെ, ഇത് വേറൊരു കപ്പാണ് കണ്ടോ. ഇനിയും കണ്ടോ ചെറിയ ചെറിയ പല വെറൈറ്റിയിലുള്ള കപ്പുകളാണ് കണ്ടോ. കുഞ്ഞു കപ്പ്, അത്യാവശ്യം നമുക്കൊരു ശകലം ഗ്രീൻ ടീ ഒക്കെ കുടിക്കണമെങ്കിൽ ഇതിനകത്ത് കുടിക്കാം. ഈ കഷായം കുടിക്കാം. അടിപൊളി, നന്നായിട്ടുണ്ട് കണ്ടോ. ഇതിൻ്റെ ഇവിടെ വെച്ചാൽ ഇതിൻ്റെ ഒരു വലിപ്പം ശരിയാവും. ഓക്കെ, കാണിച്ചേ, അതെടുത്ത് അതിൻ്റെ വെച്ചോ, അങ്ങോട്ട് വെച്ചോ കണ്ടോ. ഇത് വൈൻ ഗ്ലാസ്. അത്യാവശ്യം നമുക്ക് വെള്ളമടിക്കുന്നവരാണെങ്കിൽ നമുക്കൊരു വൈനൊക്കെ ഇങ്ങനെ എടുത്ത് സിപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. നല്ല ശരിക്കും നമ്മുടെ കുപ്പി ഗ്ലാസ് പോലെ തന്നെ കഴിക്കാത്ത നല്ല ഇതിൽ വഴങ്ങുന്നുണ്ട് കേട്ടോ. ഇറ്റ്സ് സോ നൈസ്, നന്നായിട്ടുണ്ട് ഉണ്ടോ. ഏതാ? ആ, അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് വെക്കണം ചേട്ടാ. ഉണ്ട്, എനിക്ക് അയച്ചതാ, ഞാനത് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇനി ഇതൊന്നും അല്ല, ഇവിടെ വേറൊരു സാധനം ചേട്ടൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് എന്ത് ഓയിൽ കൊണ്ട് ഉണ്ടാക്കുന്ന ചേട്ടാ? ഗ്യാസ് അടുപ്പ് കത്തുന്ന പോലെ തന്നെ. അപ്പൊ എത്ര ലിറ്റർ കരി ഓയിൽ വേണം ഒരു മണിക്കൂർ? ഇവിടെ ഒഴിച്ചു കൊടുത്താൽ മതി അല്ലേ? അത് എങ്ങനെ, മിനിറ്റിൽ എത്ര തുള്ളി വെച്ച്, അതോ സെക്കൻഡിൽ എങ്ങനെയാ അത്? അതിന്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് ഓയിലിന്റെ അളവ് കൂട്ടി കൊടുത്താൽ തീ കൂടുതൽ വരും. ഓഹോ, ഓ, ഇതേ വെച്ചിട്ട് നമ്മളത് തിരിച്ച് ഇങ്ങോട്ട് ഇച്ചിരി തിരിച്ചോ, ഇങ്ങോട്ട് തിരിച്ചു വെക്കുക. ഞാൻ പിടിക്കാം. ഇങ്ങോട്ട് തിരിച്ച് വെച്ച്, ഇങ്ങോട്ട് ഇച്ചിരി തിരിച്ച് വെച്ച്, ശരി, ഇങ്ങോട്ട് തിരിച്ച് പോയി, ഇങ്ങോട്ട് തിരിക്കും, ഇങ്ങോട്ട് ഇങ്ങനെ ഇരിക്കും ഇവിടെ. ഇതിങ്ങനെ പൊക്കി ഇവിടെ ഇങ്ങനെ പിടിപ്പിക്കുന്നതാണ്. അപ്പം ഇങ്ങനെ വരും കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ വരും. അപ്പം ഇതേന്ന് ഓയിൽ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഇതേലോട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വരും. അത് അകത്തോട്ട് വരുന്നതനുസരിച്ച് ഇത് കത്തും. ഇവിടെ നമ്മൾ ടാപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് പുള്ളി ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുവാണ്. നല്ല രീതിയിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. ചെറിയ ബഡ്ജറ്റിലുള്ള നമുക്ക് വീട്ടുകളിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കൈ ഓയിൽ കൊണ്ട് അത് ഗ്യാസ് കത്തുന്നത് പോലെ ബ്ലൂ ഫ്ലെയിമിൽ കത്തുകയും ചെയ്യും. ഇനി ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് കണ്ടോ, ഒരുപാട് സാധനങ്ങളുണ്ട് കണ്ടോ, ഇരിക്കുന്നത് കണ്ടോ. ഇത് PVC പൈപ്പ് കൊണ്ട് ഉണ്ടാക്കിയ ലൈറ്റ് ഫിറ്റിങ്ങുകളാണ് കണ്ടോ. ഇതൊക്കെ നമ്മൾ പുറത്തൊക്കെ പോയി മേടിക്കുമ്പോൾ ഭയങ്കര സംഭവമാണെന്നും പറഞ്ഞ് നമ്മൾ പോയി വലിയ വില കൊടുത്ത് മേടിക്കും. പക്ഷേ കണ്ടോ, ചേട്ടൻ എന്ത് സിമ്പിളായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ സാധാരണ PVC പൈപ്പ് പെയിൻ്റ് അടിച്ച് അതിലുണ്ടാക്കിയിരിക്കുകയാണ്. അത്യാവശ്യം ഒരു നല്ല വീട്ടിൽ പോലും ഇത് ഇടാൻ പറ്റും നമുക്ക്. അവിടെയൊക്കെ ഇരിപ്പുണ്ട് അതുപോലുള്ള കാര്യങ്ങൾ. ഇടയ്ക്കൊക്കെ ആളുകൾ വന്ന് ഓർഡർ ചെയ്ത് മേടിക്കും. കണ്ടോ, ഇതാണ് കണ്ടോ, ഇങ്ങനെ ഇരിക്കുവാണ് സാധനങ്ങൾ കണ്ടോ. അതെന്ത് സാധനമാണ് ചേട്ടാ ആ സാധനം? ഒരു വൃത്തത്തിൻ്റെ മേളിൽ വട്ടം പോലെ, അതെന്തുവാ? ഇതാണ്, ഞാൻ പറഞ്ഞില്ല, ഇതാണ് നമ്മുടെ മംഗളം ചേട്ടൻ. ഇതിന്റെ സൃഷ്ടാവ് പുള്ളിയാണ്. പറ. ഫോട്ടോ ഇങ്ങനെ ഇടണം. എങ്ങനെ? ഒരു പുള്ളിയുടെ മകളുടെ കുഞ്ഞിന്റെ ഫോട്ടോ അത് ഇടാൻ പറ്റുന്ന ഒരു എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ എന്റെ ഐഡിയക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് സെന്ററിൽ കൂടെ സെന്ററിൽ ഇടുന്ന പോലെ. മനസ്സിലായി, തൂക്കി അതിനകത്ത് ഇടുന്നൊക്കെ വിധത്തിൽ. അത് കൊള്ളാം, നന്നായിട്ടുണ്ട്, നല്ല ഡിസൈൻ, നന്നായിട്ടുണ്ട്. നല്ല ആ ഡിസൈൻ കൺസെപ്റ്റും കൊള്ളാം, മേളിലൊക്കെ കൊള്ളാം. പുതിയ സാധനം വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ ഒരു അടപ്പ് കണ്ടോ, ഇത് കണ്ടോ, മേളി വെച്ചാലൊന്നും തെന്നിപ്പോവുകയല്ല നമ്മളിങ്ങനെ ഇട്ട് ഇളക്കിയാൽ. കാരണം ഇതിന് വെട്ടുണ്ട്, നമ്മുടെ സ്റ്റീൽ പാത്രത്തിനൊക്കെ എന്ന പോലെ കണ്ടോ, ആ വെട്ടുൾപ്പെടെ ഇട്ടാണ് ചെയ്തേക്കുന്നത് കണ്ടോ. എന്തോ ഒരു മനോഹരമായ പരിപാടിയാണെന്ന് നോക്കി കണ്ടോ. ഇതെങ്ങനെ ഇത് ചെയ്തെന്ന് നമ്മൾ ചിന്തിച്ചു പോകും കണ്ടോ. എത്ര മനോഹരമായിട്ടാണ് നോക്കി. എങ്ങനെ അത് കൂട്ടി യോജിപ്പിച്ച് വെച്ച് 2 പീസാണ്, പക്ഷെ നമ്മളത് കണ്ടുപിടിക്കാത്ത വിധത്തിലാണ് പുള്ളിക്കാരൻ്റെ. അകത്ത് നോക്കിയാൽ ഒറ്റ പീസാണ് കണ്ടോ, കണ്ടോ, ഒറ്റ പീസായിട്ട് നിൽക്കുക കണ്ടോ. അത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും, ഉറച്ചങ്ങ് ഇരുന്നോളും, പിന്നെ അത് പോകത്തില്ല. അങ്ങനെ 3 ഇതാണ്. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കുമോ. നമ്മുടെ ഇപ്പം മോഡേൺ വീടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനകത്ത് അടുക്കളയിലെ സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം ഇട്ടൊക്കെ വെക്കാം. ജീരകം, കടുക്, ഉപ്പ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് വെക്കാം. അപ്പോൾ ചേട്ടൻ പറയുന്നത് ഇത് എയർ ടൈറ്റ് ആണെന്നാണ് പറയുന്നത്. വളരെ നല്ല ഇതായിട്ട് നന്നായിട്ട് നല്ല സൂട്ടായിട്ടായിരിക്കുന്നത് കണ്ടോ, വലിയ ഇതില്ല. ഓക്കെ, അപ്പോൾ അത്യാവശ്യം പഞ്ചസാരയൊക്കെ നമുക്ക് ടേബിളിലൊക്കെ ഇട്ട് വെക്കാം. ഇത് നമ്മൾ കാണിച്ചായിരുന്നു.
കാണിച്ച് ഇതെന്തുവാ ഇത്? അത് ഫ്ലവർ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കും. ഫ്ലവറൊക്കെ ആയിട്ട് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ആ ഓക്കെ ഇവിടെ അതെല്ലാം കൂടെ ക്രമത്തിന് വെച്ച് ഓക്കെ 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 ഇന്ന് ആ നോക്കിയാണ് നല്ല രസമുണ്ട് കണ്ടോ. ആഹാ എന്താ രസം അത് കണ്ടിട്ട്. സൂപ്പർ സൂപ്പർ ഡ്യൂപ്പർ എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട്. കൊള്ളാം. ചിരട്ടയാണെന്ന് പറയത്തില്ല, അത്ര മനോഹരമായിട്ടൊക്കെയുള്ള സാധനങ്ങളാണ്. ഇതിന് അതിൻ്റെതായിട്ടുള്ളൊരു മൂല്യം നമ്മൾ കൊടുക്കണം. കാരണം കുത്തിയിരുന്ന് ഓരോ എത്ര ദിവസത്തെ ലേബർ എടുത്തിട്ടാണ് നമ്മളിതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതിന് വരുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് തന്നെ വെക്കാൻ പറ്റുന്ന ഉപകരണങ്ങളാണിത്. നന്നായിട്ടുണ്ട്, കൊള്ളാം. മംഗളം ചേട്ടൻ്റെ നിന്ന് മേടിച്ചുകൊണ്ട് പോവാം. ഇത് അത് വൈൻ ഗ്ലാസ് പോലെ തന്നെയല്ലേ? അത് കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് ആണ്ട അടിപൊളി സാധനം ദേ നോക്കിയേ. ആഹാ സൂപ്പർ സൂപ്പർ ഡ്യൂപ്പർ. ഇതൊക്കെ ശരിക്കും നമ്മൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ഇതാണ്. നോക്കിയേ, ഒറിജിനൽ വൈൻ ഗ്ലാസ് പോലെ തന്നെ. നോക്കിയേ, അത് കയ്യിൽ ഇങ്ങനെ കണ്ടോ, വൈൻ ഗ്ലാസ് കണ്ടോ, ജ്യൂസൊക്കെ എടുത്ത് അല്ല വൈനൊക്കെ എടുത്ത് നമ്മൾ എടുത്ത് കുടിക്കുന്ന കണ്ടോ. നോക്കിയേ, നല്ല അടിപൊളി സാധനം. നോക്കിയേ, വെച്ച് കഴിഞ്ഞാൽ നല്ല ബലവുമുണ്ട്. തന്നെ അല്ലതൊന്നും താഴെ വീണാൽ പൊട്ടത്തുമില്ല. കണ്ടോ, നാച്ചുറലാണ്. കണ്ടോ, നാച്ചുറലായിട്ടുള്ള ഒരു സാധനമാണ്. നല്ല അടിപൊളി സൂപ്പർ. ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ മനോഹരമാക്കി പുള്ളിക്കാരനായി ചെയ്തിരിക്കുകയാണ്. കണ്ടോ, അത്യാവശ്യം ഒരു വെറൈറ്റി ആയിട്ട് 2 രൂപയ്ക്കൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തെടുത്ത് അടിക്കാം. കൊള്ളാം. പിന്നെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് ഇവിടെ. കണ്ടോ. അപ്പോൾ കുഞ്ഞിലെ എന്നെ എപ്പോഴും വഴക്ക് പറയുമായിരുന്നു, ഇങ്ങനെ ചിരട്ടയൊക്കെ എടുത്ത് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അടി ബഹളം, അതെടുത്ത് തോട്ടി കളയുക, അല്ലെ എടുത്ത് കത്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അംഗങ്ങളായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷവും വല്ലാത്തൊരു ഒരു ഫീലാണ് എനിക്ക്. കാരണം എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. എന്താ ഇനി വേറൊരു സാധനമാണ് തവി, നമ്മുടെ നാടൻ തവി. പണ്ട് കാലത്ത് ഇപ്പം എൻ്റെ നാട്ടിൽ ഞങ്ങളുടെയൊക്കെ വീടുകളിൽ തവി ഉണ്ടാക്കാൻ തന്നെ അവിടെ ഒരാളുണ്ടായിരുന്നു. ഒരു കുടുംബം അവരുടെ ഒരു തൊഴിലെന്ന് പറഞ്ഞ പോലെ വീട്ടിലേക്ക് ആവശ്യമായുള്ള തവികൾ അവരുണ്ടാക്കി തരും. അങ്ങനെ ഒലക്ക ഉണ്ടാക്കുക, തവി ഉണ്ടാക്കുക, വള്ളത്തിൻ്റെ തുഴ ഉണ്ടാക്കുക. അങ്ങനെ നമുക്ക് കുമാരൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു. വലിയ സ്നേഹമായിരുന്നു, ഞാനുമായിട്ട് വലിയ അടുപ്പവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വാരി അത് വെച്ചിട്ട് അലകെന്ന് പറയും, അതായത് മുളവാരി വെച്ചിട്ട് ഇതുവഴി ഇങ്ങനെ നമ്മുടെ മൂക്കുണ്ടല്ലോ, തേങ്ങയുടെ ആ മൂക്കിൻ്റെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ കുത്തി ആ ദ്വാരത്തിൽ കൂടെ ഒരു തുള കൂടെ ഇട്ടിട്ട് ഇങ്ങനെ കയറ്റി ഇങ്ങനെ വെക്കുന്ന ഒരു ഇതായിരുന്നു. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി നിൽക്കും, വെളിയിൽ നിന്ന് വന്നിട്ട് അകത്തോടെ ഇങ്ങനെ കയറി നിൽക്കും. അപ്പം ഇതിപ്പോൾ നമ്മൾ ഒരു ആണി വെച്ചോ എന്തോ ഗ്ലൂ വെച്ചൊക്കെ നമ്മൾ എടുത്തിരിക്കുന്നതാണിത്. പക്ഷെ പഴയ കാലത്തെ തവിയെന്ന് പറയുന്നത് ഈ നമ്മുടെ തേങ്ങയുടെ മൂക്കിൻ്റെ അവിടെയുള്ള വരുന്ന തുളയും അതുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു തുള കൂടെ അത് കൊടുത്തിട്ട് അതിനിടയിൽ കൂടി ഇങ്ങനെ കയറ്റി ടൈറ്റ് ചെയ്ത് വെക്കുന്ന ഒരു പ്രത്യേക ഒരു ടെക്നിക്കായിരുന്നു അത്. ഇതാണ് മംഗളം ചേട്ടൻ്റെ കട. അപ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷം എനിക്കിത് കാണാൻ കഴിഞ്ഞപ്പോൾ. ഞാനിങ്ങനെ വെളിയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുമായിരുന്നു. ഒരു ചായക്കട തന്നെ. ഇപ്പോൾ ചായ കുടിക്കാൻ തോന്നുന്നില്ല. ശരിക്കും ഒരു ചായ കുടിച്ചതിനേക്കാൾ ഒരു സന്തോഷവും ഒരു തൃപ്തി എനിക്കുണ്ട്. കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞാൽ വളരെ സന്തോഷം. താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്പർ നമ്മുടെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്കത് കമൻറ്റിലോ എന്തെങ്കിലും ഇങ്ങനെ ഇടാം. അപ്പോൾ അത് നമ്പർ നിങ്ങൾ ഇടയ്ക്ക് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ഒക്കെ ചെയ്താൽ മതി. കോട്ടയത്താണ്, പാക്കിലെന്ന് പറയുന്ന സ്ഥലത്താണ്. താങ്ക് യു. വീണ്ടും കാണാം.